വിവാഹ പാർട്ടികൾക്ക് സ്പെഷ്യൽ പാക്കേജുകൾ, അഡ്വാൻസ് ബുക്കിംഗുകൾക്ക് 0% പണിക്കൂലി. അതുല്യ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, വളാഞ്ചേരി റോഡ്, കൊപ്പം. പെരിയാപുരം മേഖലയിൽ കഴിഞ്ഞ 2 വർഷം മുമ്പാണ് ഒരു ടാങ്കർ ലോറി മറിഞ്ഞ് ഡീസൽ ഈ മേഖലയിലൊക്കെ പറന്നൊഴുകി. 2 വർഷമാകാൻ ഇനിയിപ്പോൾ ഓഗസ്റ്റ് വരുന്നു. ഇതുവരെയും ഇവിടെയുള്ള കിണറുകളിലൊന്നും വെള്ളം ഉപയോഗിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. അപ്പോൾ ഇതിനെതിരെ നാട്ടുകാർ ഹൈക്കോടതിയിൽ വരെ പരാതി നൽകിയിട്ടുണ്ട്. പെട്രോളിയം കമ്പനി കൈയൊഴിഞ്ഞ അവസ്ഥയിലാണ്. ഇവിടെ ഇപ്പോൾ ഈ മഠത്തിൽ തന്നെ ധാരാളം കുട്ടികൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ ബാലാവകാശ കമ്മീഷൻ്റെ അംഗം, മാഡത്തിൻ്റെ പേര് സിസ്ലി ജോസഫ്, ബാലാവകാശ കമ്മീഷൻ അംഗം ഇപ്പോൾ മഠത്തിൽ ഒന്ന് സന്ദർശനം നടത്തി ഇവരുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് പഠിക്കാൻ വന്നതാണ്. മാഡം, ഇതിനൊരു സൊല്യൂഷൻ വേണം. ഒരുപാട് കാലമായി ഈ മഠത്തിലൊക്കെ വെള്ളം ടാങ്കറിലടിക്കേണ്ട ഒരു അവസ്ഥയാണ്. ചുറ്റുവട്ടത്ത് 8ഓളം കുടുംബങ്ങളും ദുരിതത്തിലാണ്. എന്താണ് ഇതിനൊരു പരിഹാരം ഉണ്ടാക്കുന്നത്? അതായത് നമ്മുടെ കേസ് ബാലാവകാശ കമ്മീഷൻ വന്നൊരു കേസാണ്. ഞാനത് കഴിഞ്ഞ ദിവസം നോക്കിയപ്പോഴാണ് മനസ്സിലായത്. പെൻഡിങ് ആയിട്ട് കിടക്കുന്നതുകൊണ്ടാണ് നമ്മൾ നോക്കിയത്. അപ്പോൾ അതനുസരിച്ചിട്ട് ഇവിടുത്തെ സിറ്റുവേഷൻ അസസ് ചെയ്യണമെന്ന് വേണ്ടിയിട്ടാണ് ഇവിടെ വന്നത്. ആ സമയത്ത് ഇവിടെ സിസ്റ്റേഴ്സും മറ്റുള്ളവരൊക്കെ അറിഞ്ഞിരുന്നു. ഇപ്പോഴും ഈ വെള്ളം, അതായത് 16 കോലുള്ള അടിയുള്ള കിണറിലെ വെള്ളം ഇപ്പോഴും ഉപയോഗിക്കാൻ പറ്റാത്ത സ്ഥിതിയിൽ ഇപ്പോഴും ഡീസൽ പൊങ്ങിക്കിടക്കുന്ന രീതിയിലാണെന്ന്. അപ്പോൾ ഈ കുട്ടികൾക്കൊക്കെ, അല്ലെങ്കിൽ ഇവിടെയുള്ള ഇവിടെ ഇത് അഫക്റ്റ് ചെയ്തിട്ടുള്ള ഒരുപാട് ഫാമിലീസിനും അവിടെയുള്ള കുട്ടികൾക്കുമൊക്കെ ഈ വെള്ളമില്ലാത്തതിൻ്റെ പേരിൽ അവരുടെ ആരോഗ്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അടിസ്ഥാനമായിട്ടുള്ള കാര്യമാണ് വെള്ളം കൊടുക്കുക എന്നുള്ളത്. അത് കൊടുക്കാൻ പറ്റാതെ ഇത്രയും കാലമായിട്ട് നയാര എനർജിയുടെ അതോറിറ്റീസ് ചെയ്തിട്ടില്ല എന്നുള്ള വാസ്തവമാണ്. ഇവിടെ വന്നപ്പോഴാണ് അറിഞ്ഞത് ഹൈക്കോടതിയുടെ പെൻഡിങ്ങിലിരിക്കുകയാണെന്ന്. ഹൈക്കോടതിയുടെ പെൻഡിങ്ങിലിരിക്കുമ്പം നമുക്കൊന്നും ബാലാവകാശ കമ്മീഷന് കാര്യമായിട്ട് അതിനകത്ത് ഇടപെടാൻ പറ്റില്ലെങ്കിൽ പോലും നമ്മൾ എന്താ ചെയ്യാൻ പറ്റുക എന്നുള്ളത് നമ്മളുടെ കമ്മീഷൻ ചെയർപേഴ്സണും മറ്റ് ഞങ്ങളുടെ മെമ്പേഴ്സുമായിട്ട് സംസാരിച്ച ശേഷം മാത്രമേ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അത് ഞങ്ങൾ ഡിസ്കസ് ചെയ്തിട്ട് നമുക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ എന്തായാലും ഇവിടുത്തെ കുട്ടികളുടെ ആരോഗ്യത്തിൻ്റെ, അവരുടെ സുരക്ഷിതത്വത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമായ വെള്ളം എന്ന് പറയുന്നത്, ദാഹജലം അവർക്ക് നിഷേധിക്കപ്പെട്ടിരിക്കുകയാണ്. അതൊരു വലിയ ബാലാവകാശ ലംഘനമായിട്ടാണ് കമ്മീഷൻ കാണുന്നത്. ഒരു കാര്യം ചോദിക്കട്ടെ, ബാലാവകാശ കമ്മീഷനിൽ നിങ്ങൾക്ക് സർക്കാരിൽ ഇക്കാര്യത്തിൽ, കാരണം ഒരു മേഖലയിലെ ജനങ്ങൾ ഇങ്ങനെ ഒരു സംഭവം സംഭവിച്ചിട്ട് കുടിവെള്ളമില്ലാതെ 2 വർഷത്തിനടുത്ത് ബുദ്ധിമുട്ടുന്നു. ഇപ്പോഴും അതിനൊരു പരിഹാരം കാണുന്നില്ല. പെട്രോളിയം കമ്പനി കൈയൊഴിഞ്ഞ് സപ്ലൈ ചെയ്തവരെ തലയിലേക്ക് ഇട്ട് കൊടുക്കുന്നു. അപ്പോൾ ഇത് സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയാൽ പെട്ടെന്ന് ഒരു സൊല്യൂഷൻ ഉണ്ടായേക്കും. കോടതിയുടെ കാര്യം എന്ന് വെച്ചാൽ അതനുസരിച്ച് ഓരോ കേസുകളും വന്ന് പിന്നീട് നീണ്ടുപോയേക്കും. സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തി ഇതിന് പരിഹാരം കാണാൻ സാധിക്കില്ലേ? നമുക്ക് എന്തായാലും ഇതിനെക്കുറിച്ച് എന്തായാലും കമ്മീഷൻ മീറ്റിങ്ങിൽ നമ്മൾ ഡിസ്കസ് ചെയ്യും, ചെന്നപാടെ തന്നെ ഡിസ്കസ് ചെയ്യും. അപ്പോൾ എന്തായാലും അതിനൊരു മാറ്റമുണ്ടാക്കാമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. സർക്കാരിലേക്ക് എന്തെങ്കിലും നിർദ്ദേശം കൊടുക്കാൻ പറ്റുമോ എന്നുള്ളത് തീരുമാനം എനിക്ക് മാത്രമായിട്ട് പറയാൻ പറ്റുന്ന കാര്യമല്ല. നമ്മളെല്ലാവരും കൂടെ ഡിസ്കസ് ചെയ്തിട്ട് ഇതിനെന്തെങ്കിലും സാധ്യമായ കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ നമ്മൾ നോക്കും. മാഡം പ്രതീക്ഷ അർപ്പിച്ചതുപോലെ ഇവിടെയുള്ള ആളുകളും ഈ സിസ്റ്റർമാരും കൂടി പ്രതീക്ഷ അർപ്പിക്കുന്നതിൽ തെറ്റില്ല എന്ന് വിചാരിക്കുന്നതിൽ തെറ്റുണ്ടോ? അതില്ല, ഉറപ്പായിട്ടും എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇപ്പം ഇവിടെയുള്ള കിണർ സന്ദർശിച്ചു. ഈ കിണർ സന്ദർശിച്ചപ്പോൾ മാഡത്തിന് എന്ത് തോന്നി? ഇവിടെ നല്ല മണമാണ് വരുന്നത്. ഡീസലിൻ്റെ നല്ല കുമിഞ്ഞു പോകുന്ന മണമാണ് വരുന്നത്. മുകളിൽ ചെറിയ പാട കെട്ടിക്കിടക്കുന്നുണ്ട്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ബാക്കിയുള്ള ചെറിയ കിണറുകളെയൊക്കെ അഫക്റ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെയുള്ള മറ്റ് കുടുംബങ്ങളെയൊക്കെ ബാധിക്കുന്നുണ്ടെന്നുള്ളത് ഉറപ്പായി. കാരണം ഇതിനിപ്പോൾ ഇതിനകത്ത് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യത്തിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അതെ ഉണ്ടാവണമെന്നാണ് ആഗ്രഹിക്കുന്നത്. അല്ല, പഞ്ചായത്ത് ഈ കാര്യത്തിൽ ഞങ്ങളെ 23 മെമ്പർമാർ ഒറ്റക്കെട്ടായിട്ടുള്ള ഒരു പ്രവർത്തനങ്ങളാണ് ഇതിൽ കാണിച്ചിട്ടുള്ളത്. ഇവിടെ ഉള്ള പഞ്ചായത്തിനെ സംബന്ധിച്ച് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം പഞ്ചായത്ത് അടിയന്തരമായി യോഗങ്ങൾ, സബ് കളക്ടർ അടക്കമുള്ള ആളുകളെ വിളിച്ചൊരു യോഗങ്ങൾ കൂടി, അത് കഴിഞ്ഞ് പഞ്ചായത്തിന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ഈ പ്രദേശത്ത് നമ്മൾ ചെയ്യുന്നുണ്ട്. അതിനെ എല്ലാ മെമ്പർമാരും ഞങ്ങൾ ഒറ്റക്കെട്ടായിട്ടും പഞ്ചായത്ത് സെക്രട്ടറി, പ്രസിഡന്റ് അടക്കമുള്ള ആളുകളും എല്ലാ ഭരണസമിതി അടക്കം എല്ലാ ആളുകളും ഒറ്റക്കെട്ടായിട്ടാണ് ഈ ഒരു കാര്യത്തിൽ ഞങ്ങൾ നിന്നിട്ടുള്ളത്. ബാലാവകാശ കമ്മീഷൻ അംഗം ഇപ്പോൾ ഇവിടെ സന്ദർശിച്ചു ഈ കുടിവെള്ള പ്രശ്നമായിട്ട് ബന്ധപ്പെട്ട്. അപ്പോൾ എന്താണ് അവർ പറഞ്ഞത്? എത്ര നാൾ കൊണ്ട് പരിഹരിക്കപ്പെടുമെന്നാണ് പറഞ്ഞത്? എത്ര നാളുകൊണ്ട് പരിഹരിക്കപ്പെടും എന്നതിനേക്കാൾ ഉപരിയായിട്ട് ബാലാവകാശ കമ്മീഷൻ ഇതിനകത്ത് ഇടപെട്ടു എന്നുള്ളത് ഞങ്ങളെ സംബന്ധിച്ച് വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ്. പിന്നെ ഇതൊരു കോടതിയിൽ കിടക്കുന്നൊരു കേസിൻ്റെ ഭാഗമായതുകൊണ്ട് തീർച്ചയായിട്ടും സമയമെടുക്കും എന്നാണ്. എന്നാലും അന്വേഷിക്കാൻ ആളുണ്ടായല്ലോ എന്നുള്ള ഒരു ആശ്വാസവും, പിന്നെ ഈ ഒരു മീറ്റിംഗ് ഇങ്ങനെ പെട്ടെന്ന് വിളിച്ചപ്പോൾ ഈ നാട്ടുകാരെല്ലാം ഓടിക്കൂടിയതും നാട്ടുകാരുടെയൊക്കെ സപ്പോർട്ടും നല്ല മനുഷ്യരുടെ ആ അറിവും ഒക്കെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ വലുതാണ്. അപ്പം ബാലാവകാശ കമ്മീഷൻ ഇടപെട്ട സ്ഥിതിക്ക് അതിൻ്റെ ആ ഒരു മുറയനുസരിച്ച് കേസിന് തീരുമാനം ഉണ്ടാകുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു.